ഞാൻ എഴുതിയ ഈ പുസ്തകം ആമസോണിൽ അവൈലബിൾ ആണ്. ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. എല്ലാവർക്കും എൻ്റെ നമസ്കാരം. സ്കിസോഫ്രീനിയെക്കുറിച്ച് നമുക്കെല്ലാവർക്കും അറിവുണ്ട്, കേട്ടിട്ടുണ്ട്. മാനസിക വിഭ്രാന്തി എന്ന് പറയുന്ന ഒരു പ്രശ്നമാണ് സ്കിസോഫ്രീനിയ. അതൊരു മാനസിക രോഗമാണ്. അതിന് തീർച്ചയായും ഒരു സൈക്യാട്രിസ്റ്റിൻ്റെ സഹായം ആവശ്യമാണ്. മരുന്ന് കഴിക്കേണ്ടത് അത്യാവശ്യമാണ്. ഈ സ്കിസോഫ്രീനിയയ്ക്ക് നമ്മൾ സാധാരണ കേട്ടിട്ടുണ്ട് പോസിറ്റീവ് സിംറ്റംസ്, നെഗറ്റീവ് സിംറ്റംസ്. അപ്പോൾ ഇതൊന്ന് വ്യത്യസ്തമായി, ഇത് രണ്ടും പോസിറ്റീവ് സിംറ്റംസ് എന്ന് പറയുന്നതും നെഗറ്റീവ് സിംറ്റംസ് എന്ന് പറയുന്നതും പോസിറ്റീവ് ഗുണകരമാണ് അല്ലെങ്കിൽ നെഗറ്റീവ് ദോഷമാണ് എന്നുള്ളതല്ല. ഇത് രണ്ടും ദോഷമായ സിംറ്റംസ് തന്നെയാണ്. പക്ഷേ അതിനെ പോസിറ്റീവ് എന്നും നെഗറ്റീവ് എന്നും ക്ലാസിഫൈ ചെയ്തിരിക്കുന്നു എന്ന് മാത്രമേ കരുതേണ്ടതുള്ളൂ. സ്കിസോഫ്രീനിയയുടെ പോസിറ്റീവ് സിംറ്റംസ് നിങ്ങളുടെ അറിവിന് വേണ്ടി ഒരു ചെറിയ വീഡിയോയായി അവതരിപ്പിക്കുകയാണ്. പോസിറ്റീവ് സിംറ്റംസും നെഗറ്റീവ് സിംറ്റംസും. ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുവാൻ മറക്കരുത്. ബെൽ ബട്ടൺ അമർത്തുവാൻ മറക്കരുത്. സംശയമുണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിൽ എഴുതി ചോദിക്കാം. ആങ്സൈറ്റി, പാനിക്, OCD, ഡിപ്രഷൻ എന്നിവയെ ചികിത്സിക്കുവാൻ CBT എങ്ങനെ ഉപയോഗിക്കാം, ഒരു പക്ഷേ സെൽഫ് ഹെൽപ്പായി നിങ്ങൾക്ക് തന്നെ എങ്ങനെ ഉപയോഗിക്കാം എന്നുള്ളതിനെക്കുറിച്ചൊരു പുസ്തകം ഞാൻ എഴുതിയിട്ടുണ്ട്. ആ പുസ്തകത്തിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലഭ്യമാണ്. പോസിറ്റീവ് സിംറ്റംസ്, സ്കിസോഫ്രീനിയയുടെ ചിത്തഭ്രമത്തിൻ്റെ പോസിറ്റീവ് സിംറ്റംസ് എന്തൊക്കെയാണ്? ഹാലൂസിനേഷനാണ് ഒരു പോസിറ്റീവ് സിംറ്റം. അതായത് ചുറ്റുപാടും നടക്കുന്ന കാര്യങ്ങൾ, നടക്കാത്ത കാര്യങ്ങൾ നടന്നു എന്ന് തോന്നിക്കുന്നത്, കേൾക്കാത്ത ശബ്ദങ്ങൾ കേട്ടു എന്ന് തോന്നിക്കുന്നത് നമ്മൾ ഹാലൂസിനേറ്റ് ചെയ്യുന്ന ഒരു സിംറ്റമാണ്. പോസിറ്റീവ് സിംറ്റംസിലെ ഒന്ന് ഹാലൂസിനേഷൻ. രണ്ടാമത് ഡില്യൂഷൻസ് ആണ്. അതായത് റിയാലിറ്റി ബേസ്ഡ് അല്ലാത്ത കാര്യങ്ങൾ ഉണ്ടെന്ന് വിശ്വസിക്കുക. അതിലൊന്ന് പാരനോയ്യ, മറ്റുള്ളവരെ സംശയിക്കുന്ന ഒന്ന്, അതല്ലെങ്കിൽ നമ്മുടെ ചുറ്റും ക്യാമറ വെച്ചിട്ടുണ്ട് എന്നുള്ള രീതിയിലുള്ളത്, യഥാർത്ഥത്തിൽ ഇല്ലാത്തത് ഉണ്ട് എന്ന് വിശ്വസിക്കുന്ന ഒന്നാണ് ഡെല്യൂഷൻസ്. മൂന്നാമത് ഡിസോർഗനൈസ്ഡ് തോട്ട്സ് ആണ്. ഇവരുടെ ചിന്തകൾ ഒരിക്കലും ഓർഗനൈസ്ഡ് ആവില്ല. നമ്മളീ പറയുന്ന പോലെ ഒന്നും അങ്ങോട്ടും ഇങ്ങോട്ടും ബന്ധമില്ലാത്ത രീതിയിൽ ചിന്തിക്കുന്നു, അങ്ങോട്ടും ഇങ്ങോട്ടും ബന്ധമില്ലാത്ത രീതിയിൽ സംസാരിക്കുന്നു. അതാണ് ഡിസോർഗനൈസ്ഡ് തോട്ട്സ് ആൻഡ് സ്പീച്ച്. അതേപോലെ തന്നെ ഡിസോർഗനൈസ്ഡ് ബിഹേവിയർ, പരസ്പര ബന്ധമില്ലാതെ പെരുമാറുന്നു. അപ്പോൾ ഈ 4 എണ്ണമാണ്, അതായത് ഡെല്യൂഷൻസ്, ഹാലൂസിനേഷൻസ്, ഡിസോർഗനൈസ്ഡ് സ്പീച്ച്, ഡിസോർഗനൈസ്ഡ് ബിഹേവിയർ. ഇത് 4മാണ് സ്കിസോഫ്രീനിയയുടെ പോസിറ്റീവ് സിംറ്റംസ്. ഇനി അതിൻ്റെ നെഗറ്റീവ് സിംറ്റംസ് ഏതൊക്കെയാണെന്ന് നോക്കാം. എമോഷണൽ എക്സ്പ്രഷൻസ് വളരെയധികം കുറവായിരിക്കും. ശാരീരികമായിട്ടും മുഖത്തെ രീതിയിലാണെങ്കിലും പ്രവൃത്തിയുടെ രൂപത്തിലാണെങ്കിലും അതേപോലെ സംസാരിക്കുന്ന രീതിയിലാണെങ്കിലും എക്സ്പ്രഷൻസ് വളരെയധികം കുറവായിരിക്കും. അതേപോലെ തന്നെ എമോഷണൽ റെസ്പോൺസസും വളരെയധികം കുറവായിരിക്കും. മുമ്പ് ചെയ്തിരുന്ന പല വിഷയങ്ങളും ഇവർക്ക് ഇപ്പോൾ താല്പര്യത്തോടു കൂടി ചെയ്യാൻ കഴിയുകയില്ല. അതല്ലെങ്കിൽ ഒരു വിഷയത്തിലും താല്പര്യമില്ലാത്ത ഒരവസ്ഥ ഒരു നെഗറ്റീവ് സിംറ്റമാണ്. അപ്പത്തി ആൻഡ് റെഡ്യൂസ്ഡ് മോട്ടിവേഷൻ. സംസാരം വളരെയധികം കുറയുന്നു. മറ്റുള്ളവരുമായി സംസാരിക്കുന്നത് വളരെയധികം കുറയുന്നു. അതിനർത്ഥം സ്വയം സംസാരിക്കുന്നില്ല എന്നല്ല, അവർ സ്വയം സംസാരിക്കാറുമുണ്ട്. പക്ഷേ മറ്റുള്ളവരോട് സംസാരിക്കുന്നത് വളരെയധികം കുറയുന്നു. അടുത്തത് സോഷ്യൽ വിഡ്രോവലാണ്. സാമൂഹികമായിട്ടുള്ള സാഹചര്യങ്ങളിൽ നിന്നും സ്വയം വിഡ്രോ ചെയ്ത് നിൽക്കുന്ന അവസ്ഥ, ഒറ്റയ്ക്കിരിക്കുവാനുള്ള താല്പര്യം അവരിൽ കൂടുതലാണ്. ഇതെല്ലാമാണ് നെഗറ്റീവ് സിംറ്റംസ്. ഈ നെഗറ്റീവ് സിംറ്റംസും പോസിറ്റീവ് സിംറ്റംസും എന്തൊക്കെയാണ് എന്നുള്ളത് ഒരു ചുരുക്ക വീഡിയോ ആയി പറഞ്ഞു എന്നേ ഉള്ളൂ. പക്ഷേ സ്കിസോഫ്രീനിയ ഡയഗ്നോസ് ചെയ്യേണ്ടത് എപ്പോഴും ട്രെയിൻഡ് ആയിട്ടുള്ള ഒരു മാനസികാരോഗ്യ വിദഗ്ധനാണ്. നിങ്ങൾ സ്വയം ഒരു കാരണവശാലും ഒരു മാനസിക രോഗവും ഡയഗ്നോസ് ചെയ്യരുത് എന്നുള്ളത് എൻ്റെ റിക്വസ്റ്റാണ്. സ്വയം ചികിത്സയും അരുത്. ഈ വീഡിയോ കണ്ടതിൽ നിങ്ങളെല്ലാവർക്കും നന്ദി. നമസ്കാരം.